ഓർത്തൊന്ന് നോക്ക് സഹോദരന്മാരെ, ഇത് മജാലിസുൽ മദ്ഹിന്റെ ശ്രേഷ്ഠതയാണിത്. അപ്പോൾ നീ ഉലമാ സാലിഹോടടുക്കുന്നതിൽ അൽഹംദുലില്ലാഹ് എത്ര ഖൈറിരു ലോകമിൽ. ആലിം ഷഹീദ് ഇവർക്കുള്ള മഷിയും രക്തവും മീസാനിൽ ഇവ രണ്ടിനും ഒന്നാ തൂക്കവും. മഷിക്കുള്ള തൂക്കം രക്തമിൽ മുന്തുന്നതാ എന്നൊരു റിവായത്ത് വേറെയും കാണുന്നതാ എന്നുള്ള വിവരം റാസിയിൽ പറയുന്നതാ. 180 വന്നതാ. നിനക്കുള്ള ശത്രുവിനോട് എതിർക്കാനും ഇത് മതിയായ ആയുധമാ ഹദീസിൽ ഉണ്ടിത്. ഇൽമിൻ്റെ ചർച്ച ജിഹാദ് പോലാണെന്ന നീ മാത്രമായാലോ അനീസും തന്ന. സുൽത്താൻ്റെ സദസ്സിലും കൊണ്ടിരുത്തും ഇന്ന് അബ്റാറിനോടടുക്കുന്നതാ പിന്നന്ന്. ഏതാ ഹലാല് ഹറാമ് വേർതിരിച്ചും അത് കാട്ടുന്നതാണേ സോദരാ നീ ഓർക്കിത്. അതിലുള്ള ചിന്ത സിയാമ് പോലാണെന്ന സംസാരവും സുഹൃത്തെ ഖിയാമും എന്ന. ഒരു പണ്ഡിതൻ മരിക്കുന്നു, ധനമേ ഇല്ല, മഷിക്കുപ്പി വേനയും മാത്രമല്ല അതില്ല. എന്നാൽ അവൻ കടക്കുന്നു സ്വർഗമിലെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു. സലഫും ഇൽമ് 4 ദീനിൻ്റെ നിലനിൽപ്പിന് ഫിഖ്ഹാണൊന്ന്. രണ്ടാം സുഹൃത്തെ വൈദ്യശാസ്ത്രം എന്നത്, അതുകൊണ്ട് വേണം ജസദ് നിലനിൽക്കേണ്ടത്. അതുപോലെ 3 ഗോളശാസ്ത്രം എന്നതും, അതുകൊണ്ട് സമയം കാലമാണ് അറിയുന്നതും. നഹ്വിൻ്റെ ഇൽമാ പിന്നെ 4-മത്തത്, അതുകൊണ്ട് തന്നെ ഭാഷയും തിരിയുന്നത്. മുസ്തത്റഫിൽ ഇത് നോക്കിയാൽ കാണുന്നതാ. 47-ാം പേജ് അതിൽ വിവരിച്ചതാ. നഹ്വിൻ്റെ ഇൽമല്ലാത്തവൻ തണ്ടാന, അവനില്ല ഏണികളും മരം കേറാനാ. ഒരു ദിവസം ഒരു നഹ്വിയ്യ് കപ്പൽ യാത്രയായി മല്ലാഹുമായി പല ചർച്ചയും ചെയ്യുന്നതായി. നഹ്വിൻ്റെ ഇൽമറിവുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചു മല്ലാഹോട് നഹ്വിയെന്ന്. ഒരു പിടിയുമില്ലതിലെന്നയാൾ പറയുന്നതായി. താങ്കൾക്ക് എന്നാൽ നിസ്ബ് വയസ്സും നഷ്ടമായി. ഈ രീതിയിൽ മുന്നോട്ട് കപ്പൽ യാത്രയായി ബഹറിൻ്റെ ഹാല് മറിഞ്ഞ് തിരമറിയുന്നതായി. മല്ലാഹ് നഹ്വിയോട് ചോദിച്ചെന്ന്, നിങ്ങൾക്ക് പരിചയമുണ്ടോ നീന്താനെന്ന്. എനിക്കില്ല പരിചയം എന്നയാൾ പറയുന്നതായി. എന്നാൽ ഹബീബേ വയസ്സ് മുഴുവൻ നഷ്ടമായി. ഇത് റൗദുൽ അഖ്യാർ നോക്കിയാൽ കാണുന്നതാ. 250 4 ചേർത്തതാ. നബിക്കുള്ള സുനനിൽ പെട്ടതാണേ നീന്തലും. നബി നീന്തി ജുഹഫയിലുള്ളതായൊരു പുഴയിലും അസ്വഹാബികൾ പലരും അതിൽ നീന്തുന്നതായി എന്ന് ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നതായി.